ശ്രീ ശരത്ത്, ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജയുടെ പ്രാധാന്യം, പ്രസക്തി ഒന്ന് വിശദീകരിക്കാമോ? വൃശ്ചിക മാസത്തിൽ പൂജ നടത്താതെ ദേവസ്വത്തിന് തോന്നുന്ന ഒരു ദിവസം നടത്തിയാൽ അത് ആചാര ലംഘനമായിട്ടല്ലേ കാണാനാവൂ? നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരേപോലെ താന്ത്രികതയ്ക്കും അതേപോലെ ഭക്തവിശ്വാസത്തിനും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. പ്രൊഫസർ MGS നാരായണൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ ഭക്തർ വളർത്തിയോ അഥവാ സാമൂതിരി വളർത്തിയോ അതോ സാമൂതിരിയെ അഥവാ ഭക്തരെ ഭഗവാൻ വളർത്തിയോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത്രയും ഇഴചേർന്ന് കിടക്കുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം. ഗുരുവായൂർ ക്ഷേത്രം ശരിക്കും സ്ട്രക്ചറലി നോക്കിയ ഒരു മഹാക്ഷേത്രമല്ല. അത് മഹാക്ഷേത്രം ആവണത് ഭക്തരെ കൊണ്ടാണ്. അത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാദിനമായിട്ടാണ് പറയണത്. അപ്പം അങ്ങിപ്പോൾ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ എനിക്ക് അറിയാവുന്ന രേഖകൾ വെച്ചിട്ട് ഞാൻ വളരെ ചുരുക്കി പറയാം. സാധാരണ നമ്മളിപ്പോൾ എല്ലാവർക്കും ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം വഴിപാടുകളായിട്ട് നടക്കുന്ന ഒരു ചിട്ടയായിട്ടാണ് കാണുന്നത്. അത് വഴിപാട് മാത്രമാണ്. നമ്മൾ പറയില്ലേ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് ചെയ്യാം, പക്ഷേ ആ ദേവൻ ആഗ്രഹിച്ച് ദേവൻ കൽപ്പിച്ചിട്ട് ചെയ്യുന്ന ഒന്ന് ഉണ്ടെങ്കിൽ അതിന് ഒരു വിശേഷ പ്രാധാന്യം ഉണ്ടാവും. ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ ഭഗവാന്റെ ഒരു കൽപ്പനയുടെ അനന്തരഫലമാണ്. അതിൻ്റെ ഒരു വാമൊഴി കഥ എന്ന് പറയുന്നത്, വാമൊഴികളെ തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ധർമ്മത്തിൽ വാമൊഴികളെ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാറ്റിനും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. കാരണം ഇന്നും ഗുരുവായൂർ ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിത്യം നടക്കുന്ന ആ ദിവസം നടക്കുന്ന ചടങ്ങുകളിൽ പോലും ഈ ലെജൻഡിൻ്റെ അവശിഷ്ടങ്ങൾ അഥവാ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അതിനെ തമസ്കരിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യസ്വാമികളിൽ നിന്നാണ് ഈ കഥ വരുന്നത്. ശങ്കരാചാര്യസ്വാമികളാണ് ഗുരുവായൂരപ്പൻ്റെ പൂജകൾ നിശ്ചയിച്ചതെന്ന് നമ്മൾ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള പൂജകൾ അതിൻ്റെ തനിമയോട് കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് പിന്നെ വരേണ്ട നമ്മുടെ തലമുറകളുടെ ഒരു എന്താ പറയുക, കടമ എന്ന് പറയുന്നത്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ആകാശത്തു കൂടെ നാരദാദികളുടെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ, അന്ന് ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു, അദ്വൈതവാദിയായിട്ടുള്ള അദ്ദേഹം ക്ഷേത്രാരാധനയെ വലിയ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് അവിടെ ഇറങ്ങി തൊഴണ്ടെന്ന് തീരുമാനിച്ചു എന്നും അത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷാഘാതം ഉണ്ടായി. അദ്ദേഹം ഇന്ന് നമ്മൾ ആ വടക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള വായു ആ കോണിൽ അവിടെ വന്ന് പതിച്ചു. അവിടെയാണ് ഇന്നും ശങ്കരാചാര്യരുടെ ആ പ്രതിമയുടെ അവിടെ ഭഗവാൻ ശിവേലിക്ക് വന്നിട്ട് ഒന്ന് നിൽക്കും. എല്ലാ ശിവേലിക്കും നിൽക്കും. അതേപോലെ എല്ലാ പ്രധാന എഴുന്നള്ളിപ്പുകൾക്കും അവിടെ ഒരു നിമിഷം ഒന്ന് മേളം നിർത്തിയിട്ട് വീണ്ടും തുടങ്ങും. അതൊരു ആദരവിൻ്റെ സൂചനയാണ്. ആ കോണിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് ഈ കഥയായിട്ട് മാത്രമല്ല, വ്യാഴഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു കോണാണത്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ശങ്കരൻ വീണപ്പോൾ ഭഗവാൻ കൽപ്പിച്ചു അത്രേ, അവിടുന്ന് എന്തായാലും എന്നെ കാണാൻ വന്നിട്ട് ഈ ഭൂമിയിൽ വന്ന് പതിച്ചല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഇവിടെ താമസിച്ച് എനിക്കുള്ള പൂജാ ചടങ്ങുകളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ട് പോകുന്നു. അങ്ങനെ ശങ്കരൻ ഒരു മണ്ഡലക്കാലം 41 ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമസിച്ച് ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാവിധികളൊക്കെ ചിട്ടപ്പെടുത്തി. ആ ചിട്ടപ്പെടുത്തിയതിൻ്റെ ഒരു കിരീടം എന്ന വണ്ണം അദ്ദേഹം നിഷ്കർഷിച്ചതാണ് ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ. കാരണം ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ ഗീത ഉപദേശിച്ച ദിവസമായിട്ടും ഭഗവാന്റെ പ്രതിഷ്ഠ നടന്ന ദിവസമായിട്ടും ഇന്ദ്രൻ ഭഗവാനെ ഗോവിന്ദാഭിഷേകം, ഗോവർദ്ധനോദ്ധാരണത്തിന് ശേഷം ഗോവിന്ദാഭിഷേകം നടത്തിയ ദിവസമായിട്ടും, ഈവൻ ചില പഞ്ചാംഗ ഗണന പ്രകാരം ഇന്ന് നാരായണീയ ദിനം മറ്റൊരു ദിവസമാണ് ആചരിക്കണമെങ്കിലും ഗുരുവായൂർ ഏകാദശി ദിവസം ഭട്ടേരിപ്പാട് നാരായണീയം സമർപ്പിച്ചു അഗ്രേ പശ്യാമി എന്ന് കണ്ട ദിവസമായതുകൊണ്ടും ആ ദിവസത്ത് ഉദയാസ്തമന പൂജയ്ക്ക് വലിയ സാങ്കത്യം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അന്ന് ശങ്കരാചാര്യസ്വാമികൾ പല പ്രമാണിമാരുടെ അടുത്തും അക്കാലത്ത് തെക്കോട്ടുവിടത്തിൽ ശങ്കരൻ നമ്പിടരുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ടുണ്ട്. 74 ദേവസ്വം സ്മരണീയയിലും വ്യക്തമായിട്ടുണ്ട്. ഇതൊക്കെ ഔദ്യോഗിക രേഖകളാണ്. ദേവസ്വം സ്മരണീയൊക്കെ 74 പുനരുദ്ധാരണത്തിന് ശേഷം വന്നിട്ടുള്ളത്. അതുകൂടാതെ ചെറളയം കോവിലകത്തെ ഉണ്ണിരാജ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ, തിരുനാമാചാര്യൻ്റെ ഗുരുവായൂരപ്പൻ മാസികയിലൊക്കെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലൊക്കെ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനായിട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഈ ക്ഷേത്രത്തിൻ്റെ
നടത്തിപ്പുകാരായിട്ട് അക്കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോവിലകങ്ങളിലൊക്കെ ശങ്കരാചാര്യസ്വാമികൾ ആവശ്യപ്പെട്ടു അത്രേ, ഉദയാസ്തമനമായിട്ട് പൂജ നടത്തണം, ഞാൻ അതിൻ്റെ വിധി പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ ആരും താല്പര്യം കാണിച്ചില്ല എന്നാണ്. തലപ്പള്ളി സ്വരൂപത്തിൻ്റെ കീഴിലുള്ള കോവിലകങ്ങളിൽ കക്കാട്, പുന്നത്തൂർ ഇവരൊക്കെ സാമൂതിരിയുടെ വശത്തും, ചെറളയം എന്ന് പറഞ്ഞ ഒരൊറ്റ കോവിലകം കൊച്ചി രാജാവിൻ്റെ വശത്തുമായിരുന്നു. അതുകൊണ്ട് ചെറളയം എന്നും ഒരു ഒറ്റയാനെ പോലെ നിന്നിരുന്നത്. ഈ ചെറളയം കോവിലകത്തെ തമ്പുരാൻ ആചാര്യസ്വാമികളെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നടത്തിക്കോളാം, അങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ ആചാര്യസ്വാമികൾ ചെറളയത്തെ തമ്പുരാനെ ഏൽപ്പിച്ചതാണ് ഉദയാസ്തമന പൂജ. അത് 1950കളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചെറളയത്തിൻ്റെ പല വോളിയങ്ങളായിട്ടുള്ള ഭാഗപത്രത്തിൻ്റെ ഡീഡിൽ വരെ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജയുടെ വിസ്തരിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗം വെപ്പ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളിലുണ്ടത്. അത് മാത്രമല്ല, ഈ ചെറളയം കോവിലകം ഇത് നടത്താൻ തുടങ്ങി അവർക്ക് വലിയ ഐശ്വര്യം വന്നപ്പോൾ ദശമി വിളക്ക് സാമൂതിരിപ്പാടാണ് നടത്തിയിരുന്നത്. സാമൂതിരിപ്പാടിന് ഇത് എങ്ങനെയെങ്കിലും കിട്ടണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാവക്കാട് ഭാഗത്ത് ചെറളയത്ത് നിന്ന് ഈ ഏകാദശിക്കുള്ള ഊട്ടിനൊക്കെ, ദ്വാദശി രാവിലെയുള്ള ഊട്ടിനൊക്കെ ഉള്ള സദ്യക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് തടയാൻ പട്ടാളക്കാരെ നിർത്തി. അത് ഭഗവാൻ എങ്ങനെ പൊളിച്ചു കൊടുത്തു എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. അതിന് തന്നെ 2-3 വെർഷൻസ് ഉണ്ട്. ഒന്ന്, ചെറളയം കോവിലകത്തുള്ള വിശ്വാസപ്രകാരം ഒരു ബ്രാഹ്മണൻ അവിടെ പ്രത്യക്ഷപ്പെടും. അവിടുന്ന് ഒരു പിടി അരി മാത്രം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഗുരുവായൂർക്ക് വരികയും ഈ ഉദയാസ്തമന പൂജയുടെ തലേന്ന് ദശമിയുടെ അന്ന് അരി അളക്കണ സമയത്ത് ആ ഒരു പിടി അരി അളക്കാൻ ആളെത്തിയുണ്ടോ എന്ന് ചോദിക്കണം. അത് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ ആ ഒരു പിടി അരി അവിടെ ചൊരിഞ്ഞപ്പോൾ ഉദയാസ്തമനത്തിന് മുഴുവൻ വേണ്ട അരിയായിട്ട് മാറി എന്നാണ് സങ്കല്പം. അതേപോലെ തന്നെ മറ്റൊരു കഥ പ്രകാരം ചെറളയത്തെ തമ്പുരാൻ ബ്രാഹ്മണർക്കൊരു സദ്യ നടത്തി അവരുടെയൊക്കെ കയ്യിൽ ഓരോ കറിക്ക് വേണ്ട സാധനങ്ങളും അരിയൊക്കെ കൊടുത്തു വിട്ടു. അവരും ഇതേമാതിരി അരി അളക്കേണ്ട സമയമായപ്പോൾ അവിടെ വന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർ ആ അരിയളവ് ഭംഗിയായി നടത്തി. പൂജ മുടങ്ങിയില്ല. സാമൂതിരിയുടെ പട്ടാളക്കാർ കാത്തു നിന്ന് മെച്ചായി. കാരണം ബ്രാഹ്മണരുടെ കയ്യിലൊക്കെ ഓരോ സഞ്ചിയായിട്ട് അരിയും സാമാനങ്ങളും കൊടുത്തയച്ചിരുന്നു. മൂന്നാമതൊരു കഥയിൽ സാമൂതിരിയുടെ പട്ടാളക്കാരെ ആക്രമിച്ചപ്പോൾ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് കാളവണ്ടികളെ മുഴുവൻ ഗുരുവായൂർക്ക് കൊണ്ടുവന്നു എന്നാണ്. എങ്ങനെയാണെങ്കിലും കടുക് എത്തിയില്ല. കടുക് മാത്രം കൊണ്ടുവന്ന സാധനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്നും ഗുരുവായൂർ ഏകാദശിക്ക് കടുകില്ലാത്ത ഭക്ഷണമാണ് ഉണ്ടാക്കാറ് അവിടുത്തെ ഊട്ടിന്. അതും ഉദയാസ്തമന പൂജ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ ദിവസം ഗുരുവായൂർ ഏകാദശി മാത്രമാണ്. ബാക്കിയൊക്കെ ചെമ്പൈ സ്വാമികൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തതും പ്രശസ്തമാക്കിയതുകൊണ്ടും എല്ലാവരും ബുക്ക് ചെയ്ത് അങ്ങനെ വലുതായിട്ടുള്ളതാണ്. പണ്ട് നമ്മുടെ പൊട്ടക്കുഴി നാരായണോദിക്കൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഓദിക്കന്മാരിൽ അദ്ദേഹം വിശദമായിട്ട് 2002 ഡിസംബർ മാസത്തിലെ ഭക്തപ്രിയയിൽ ദേവസ്വത്തിൻ്റെ മാസികയിൽ തന്നെ ഉദയാസ്തമന പൂജ അഥവാ ഏകദിനോത്സവം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്ത ഒരു 2 മണിക്കൂറോളം അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ച മെറ്റീരിയലുണ്ട്, പബ്ലിഷ് ചെയ്യണേ ഉള്ളത്. ആ മെറ്റീരിയലുകളിലൊക്കെ അദ്ദേഹം 21 പൂജകൾ വരുന്ന ഉദയാസ്തമന പൂജയെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണതെന്ന്, അതിൽ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജയുടെ പ്രാമുഖ്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ചെറളയം കോവിലകത്തെ രേഖകളിൽ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജയ്ക്ക് ആവശ്യമായിട്ട് വരണ അരിയുടെ കണക്കും അല്ലാതെ സാധാരണ വഴിപാടായിട്ട് നടത്തേണ്ടി വരുമ്പോൾ വരണ അരിയുടെ കണക്കും ഒക്കെ കൃത്യമായിട്ട് 1971 മുമ്പ് ദേവസ്വം സിസ്റ്റം വരുന്നതിന് മുമ്പുള്ള ലേഖനങ്ങളിൽ ഇന്നും കാണാം. 368.4 നാരായം അരിയാണ് ഒരു ശരാശരി ഉദയാസ്തമന പൂജയ്ക്ക് സാധാരണ വേണ്ടി വരണമെങ്കിൽ ഗുരുവായൂർ ഏകാദശി ദിവസത്തേന് വെറും 203 നാരായം മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇതൊക്കെ കണക്കുണ്ട് ഇതിന്. മാത്രമല്ല ഇതൊക്കെ എന്തിനെയാണ് ചൂണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വന്നിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു ചടങ്ങാണെന്നുള്ളതാണ്. കാരണം ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഒരു ദിവസത്തെ ഉത്സവം നടത്തുക എന്നർത്ഥം. അത് 3 ദിവസമായിട്ട് പിരിച്ചിരിക്കണം. നമ്മുടെ വിചാരം ഉദയാസ്തമനം വെച്ചാൽ ഒരു ഉദയം തൊട്ട് അസ്തമനം വരെയാണെന്നാണ്. ശരിക്കും തലേ ദിവസം സന്ധ്യയ്ക്ക് അരി അളന്ന് അന്നത്തെ രാത്രിക്കുള്ള അത്താഴ പൂജ, അത് ഉദയാസ്തമനത്തിൻ്റെ 1-ാം പൂജ. പിറ്റേത്തെ ദിവസം 19 പൂജയും അത് കഴിഞ്ഞ് പിറ്റേന്ന് ഉള്ള രാവിലത്തെ ഉഷപൂജ അടക്കം ചേർത്ത് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം വൈകുന്നേരം ശ്രീഭൂത ബലി 3-ാം ദിവസം വൈകുന്നേരം കൂടെ ആകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഉദയാസ്തമന പൂജ ഒരു ഫുൾ സെറ്റാവുള്ളൂ. ഇതധികം പേർക്കും അറിയില്ല. ഇത് ഏകാദശി ദിവസം നടത്താൻ കാരണം ഗുരുവായൂരപ്പൻ്റെ ശരിക്ക് ആറാട്ട് പോലും പിൽക്കാലത്ത് ഉണ്ടായതാണെന്നാണ് ചരിത്ര രേഖകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഗുരുവായൂർ പണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഈ ഏകാദശി ഉത്സവം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. പടയോട്ടം കഴിഞ്ഞിട്ട് ഭഗവാനെ പുനഃപ്രതിഷ്ഠിച്ചതും ഒരു ഏകാദശി ദിവസമാണ്.
അതുകൊണ്ടൊക്കെ ചരിത്രപരമായിട്ടും ആചാരപരമായിട്ടും വളരെയധികം ഇതിന് പ്രാധാന്യമുണ്ട്. ഇപ്പം ഇവിടെ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താന്ത്രികമായിട്ടുള്ള പ്രിസർവേഷനും പ്രാക്ടിക്കലായിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള അഡാപ്റ്റേഷനും തമ്മിൽ വരുന്ന ക്ലാഷാണത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഏതൊരു ക്ഷേത്രവും, നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും ആരാധനാലയങ്ങളല്ല, അതൊക്കെ നമ്മുടെ ഭഗവാന്മാരുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് ആരെങ്കിലും ആ വീട്ടിലെ ചിട്ടയും ചടങ്ങും മാറ്റണം, അടുക്കളയിൽ ഇന്ന ഭക്ഷണം വെക്കാൻ പാടുള്ളൂ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ ഓരോ ദേവനും, ശബരിമലയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും അതാത് ദേവന്റെ വീടാത്. ആ ദേവൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ആ ദേവന്റെ ഹിതം. അപ്പം ദേവന്റെ ഹിതം മുറതെറ്റാണ്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ സിസ്റ്റങ്ങളിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഭരണ സംവിധാനത്തിൽ വരുന്ന എല്ലാവരും ഇതിൻ്റെ ചടങ്ങുകളൊന്നും 100% പഠിച്ചിട്ട് വരാൻ പറ്റില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. 2 വർഷത്തേക്കോ ചിലപ്പോൾ എക്സ്റ്റൻഷൻ വന്നാൽ 4 വർഷത്തേക്കൊക്കെ അവരുണ്ടാവുന്നേ ഉള്ളൂ. ആർക്കും അതിൻ്റെ ഇൻഡെപ്തിൽ പോയിട്ട് ഇത് അറിയാൻ പറ്റില്ല. പക്ഷെ ഇൻഡെപ്ത് അറിയുന്ന പാരമ്പര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവും. അതുണ്ട്, ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ വളരെ ബഹുമാനിക്കുന്ന സ്ഥാനങ്ങളാണ് അതൊക്കെ, ഞാൻ നമസ്കരിക്കുന്നതാണ് അവിടെ പോയിട്ട്. അതുകൊണ്ട് ഇതൊന്നും അറിയായികയുടെ വിഷയം വരുന്നില്ല. ഇതിനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാനിത് ഒന്ന് നിർത്താം. മഹാത്മാവായിട്ടുള്ള ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, വളരെ ആദരണീയനായിട്ടുള്ള മഹാത്മാവ്, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയായിരുന്നു അദ്ദേഹം. 70കളുടെ തുടക്കത്തിൽ ഉദയാസ്തമന പൂജ ഒരു ദിവസം 1-ൽ കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംശയ നിവൃത്തിക്ക് തന്ത്രവിദ്യാപീഠത്തിൻ്റെ പരമാചാര്യനായിരുന്ന മഹാത്മാവ്, മറ്റൊരു മഹാത്മാവ് കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ച ഒരു ചോദ്യം പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഈ ദേവസ്വത്തിൻ്റെ ഭക്തപ്രിയയുടെ മാസികയിൽ. ആർക്കും പരിശോധിക്കാവുന്നതാണ്. പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചോദിക്കുകയാണ്, ഗുരുനാഥ, നമുക്ക് കൽപ്പനയോട് ചോദിക്കുകയാണ്, നമുക്കിത് മാറ്റാൻ പറ്റുമോ? ഒരു ദിവസം 5 പൂജ നടത്താൻ പറ്റുമോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഗുരുവായൂരപ്പനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജകൾ നിശ്ചയിച്ചിട്ടുള്ളതെന്നല്ലേ നമ്മൾ പറയണത്. സാധാരണ ക്ഷേത്രങ്ങളിൽ മനുഷ്യനാണ് പൂജ നിശ്ചയിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജ ശങ്കരനോട് ഭഗവാന്റെ പ്രേരണ കൊണ്ടും കൽപ്പന കൊണ്ടും ശങ്കരൻ നിശ്ചയിച്ചു. അപ്പം ഭഗവാൻ നിശ്ചയിച്ചതിന് തുല്യം. ഭഗവാൻ നിശ്ചയിച്ചതിനെ മാറ്റുന്നത് അഭികാമ്യമാണോ ചോദിച്ചു. ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രാക്ടിക്കൽ എന്ന് നമ്മൾ കോട്ടിലിട്ട് വിളിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം ആ ചോദ്യം ചോദിച്ച മഹാത്മാവും ഉത്തരം പറഞ്ഞ മഹാത്മാവും ഗുരുവായൂരപ്പനെ സ്നേഹിച്ച ആൾക്കാരാണ്. ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാൻ ഇഷ്ടക്കേടുള്ള ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാനെ സ്നേഹിക്കാത്തതാണ് നമ്മുടെ സകല ക്ഷേത്രങ്ങളുടെയും നാശത്തിന് ഇന്ന് കാരണമായിട്ടിരിക്കുന്നത്. അതാരോ ആവട്ടെ. എനിക്കിപ്പോൾ ഇതിൽ ഒരു കടുത്ത വിമർശനമൊന്നും എനിക്ക് ഉന്നയിക്കേണ്ടതില്ല. ഞാൻ കാണുന്നത് ഇതാണ്, ഗുരുവായൂരപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ തോന്നില്ല. കാരണം അദ്ദേഹം നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ കോടിയിലൊരംശം തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഞാനൊരു തികഞ്ഞ വിശ്വാസി അനുഭവസ്ഥനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു TV ഇൻ്റർവ്യൂവിൻ്റെ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി പറഞ്ഞത്. ഇതിലും ഇതിനെ എതള് വിടർത്തി നമുക്ക് ധാരാളം രേഖകളോട് കൂടിയിട്ട് ഇത് പറയാൻ സാധിക്കും. ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി നൂറ്റാണ്ടുകളായിട്ട് നടന്നു പോരുന്ന, കുറഞ്ഞത് സാമൂതിരി ചാവക്കാട് പിടിച്ച് ഗുരുവായൂർ പിടിക്കുന്ന 11-12 നൂറ്റാണ്ടുകളുടെ അടുത്ത് തന്നെ കോകസന്ദേശം എഴുതപ്പെട്ടിട്ട് ഉള്ള ഒരു കാലഘട്ടത്ത് തൊട്ടിട്ട് തന്നെ ഒരുപക്ഷെ ഈ പൂജാ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ രേഖകളിൽ അത് കാണാനുള്ള സാധ്യത ഇന്നുണ്ട്. അത് അനവധി മെറ്റീരിയലുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതിലെ വിഷയം. പക്ഷെ ചെറളയം ഗോവിലകം വളരെ അവരുടെ വില കൊടുത്തിട്ടും, പറയാൻ രാഷ്ട്രീയമായിട്ട് സാമൂതിരിയുടെ എതിർചേരിയിലായിരുന്നിട്ട് പോലും 71 വരെ അവരിത് കൊണ്ടു നടന്നിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അഗ്നിബാധയ്ക്ക് ശേഷം ഈ പുതിയ ഭരണക്രമം വന്നപ്പോഴാണ് അവർ ദേവസ്വത്തിനെ ഏകാദശി ദിവസത്തെ വിളക്കേൽപ്പിച്ചു. അതേപോലെ തന്നെ ദശമി വിളക്ക് ആഞ്ഞം തിരുമേനി ഏറ്റെടുത്ത് നാരായണാലയമാണെന്ന് ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റാണ് നടത്തുന്നത്. അങ്ങനെ ഓരോ സംഘങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളിത് തുടർന്ന് നടത്തിക്കോളാം എന്ന് ഒരു തരത്തിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അതൊരു സത്യമായിട്ട് അവശേഷിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഭഗവാന് ചെയ്തു കൊടുത്ത സത്യമാണ്. അത്ര മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അല്ല ശ്രീ ശരത്ത്, തന്ത്രിക്ക് ഈ
ഏകാദശി ഉദയാസ്തമ പൂജയുടെ സവിശേഷ പ്രാധാന്യം മനസ്സിലാവാത്തതാണോ? തന്ത്രി അദ്ദേഹം എങ്ങനെ ദേവസ്വം ബോർഡിന് മാറ്റിക്കൊള്ളൂ അങ്ങനെ ഒരു അനുമതി എങ്ങനെ കൊടുത്തു എന്നത് ഇപ്പോഴും ഒരു അത്ഭുതമായി അവശേഷിക്കുകയല്ലേ? തീർച്ചയായിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബ്രഹ്മശ്രീ ചെന്നാസ് ദിനേശ് നമ്പൂതിരിപ്പാടിനെ വളരെയധികം ബഹുമാനമുള്ള, ഞാൻ അദ്ദേഹത്തിനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു അറിവിൻ്റെ നിറകുടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് താന്ത്രിക വിഷയങ്ങളിൽ കേരളത്തിൽ ഏറ്റവും അവകാശവാക്കായിട്ടുള്ള ഒരാൾ, അവസാന വാക്കാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെയും കൽപ്പുഴ ദിവാരൻ നമ്പൂതിരിപ്പാടിനെയൊക്കെ പോലുള്ള മഹാഗുരുക്കന്മാരുടെ ശിഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഇതിൻ്റെ ഒരു ഔദ്യോഗിക വെർഷൻ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഔദ്യോഗിക അറിയിപ്പോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞു കേട്ടത് വെച്ചിട്ട് ഇത് മാറ്റാൻ പോകുന്നു, അത് അദ്ദേഹം തിരുമേനിയാണ് അതിനെ പറഞ്ഞിരിക്കണമെന്നും കേൾക്കുമ്പോൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന ഒരാൾ, അതിലുമുപരി ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ, ഒരു എളിയ ഭക്തൻ അഥവാ ഒരു എളിയ ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ പ്രയാസം തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാരഡോക്സാണ്, ഒരു പ്രഹേളികയുടെ അവസ്ഥയാണ്. അപ്പം ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, തന്ത്രം പ്രിസർവ് ചെയ്യേണ്ട അല്ലെങ്കിലും ഇത് നിലനിർത്തേണ്ടതാണ്, ട്രഡീഷൻ പ്രിസർവ് ചെയ്യേണ്ടതാണെങ്കിലും ഇത് നിലനിർത്തേണ്ട. കാരണം ട്രഡീഷൻ പ്രിസർവ് ചെയ്യാൻ നമ്മൾ പലതും ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ മാത്രം എങ്ങനെ കൺവീനിയൻസിൻ്റെ ഇഷ്യൂ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതൊരു വലിയ വിഷയമാണ് ഇതിൽ. വേറെ എന്തെങ്കിലും ഹിഡൻ അജണ്ട സംശയിക്കുന്നുണ്ടോ? ഏതൊരു ധനം വന്ന് കുമിഞ്ഞുകൂടുന്ന സ്ഥലത്തും ആ സ്ഥലത്ത് വരുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാക്കാവുന്ന ബന്ധങ്ങൾ വെച്ചിട്ടുള്ള നെറ്റ്വർക്കിംഗ് പവർ വരുന്ന സ്ഥലത്തും ന്യായമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അത് അനവധി എന്താ പറയുക ലക്ഷ്യങ്ങളുണ്ടാവും പല ആൾക്കാർക്കും. ഇപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങിപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഞാൻ പ്രഭാഷണങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവർ നോക്കൂ, ഇന്നും അത് തന്നെയാണ് ശരിക്ക് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭഗവാനെ മാത്രമേ നോക്കുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത് ആൾക്കാരാണെങ്കിലും നടക്കുന്ന ആൾക്കാരാണെങ്കിലും അനവധി പേർക്ക് അനവധി ലക്ഷ്യങ്ങളുണ്ട്. അനവധി ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അവരുടെ ഒന്നും ആത്യന്തിക ലക്ഷ്യം, അനവധി പേരുടെ ഒരു മെജോറിറ്റി പേരുടെ ആത്യന്തിക ലക്ഷ്യം ഭഗവാനാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവിടെ ഭഗവാനെ കാണാൻ ഒരു നേരം ഇടിച്ചു കുത്തി വന്ന് നിന്ന് കഷ്ടപ്പെട്ട് തൊഴണവനാണ് ഭഗവാൻ ലക്ഷ്യമായിട്ടുള്ളതെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ധനം കുമിഞ്ഞുകൂടിയാലും വ്യക്തിബന്ധങ്ങൾ വഴി ബന്ധങ്ങൾ, നെറ്റ്വർക്കിങ്ങിൻ്റെ പവർ കയറി വരുമ്പോഴും അധികാരം നന്നായി വിനിയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും മറ്റ് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് ഇവിടെ വന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയുക അവസരം ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഏത് വ്യവസ്ഥിതിയാണെങ്കിലും, അത് ക്ഷേത്രങ്ങളെന്നല്ല, അവിടെ അങ്ങ് പറഞ്ഞ പോലുള്ള എന്തു തരം അജണ്ട വേണമെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരേണ്ടി വരും. ഭഗവാന്റെ ഉത്സവം ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് എത്രയോ ഭംഗിയായിട്ട് നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ഇത്രയും വർഷമൊന്നും ഈ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെയൊക്കെ അനുഭവം. കൊച്ചുകുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് നമ്മളൊക്കെ പോകുന്നതാണ്. വളരെ അടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ദേവസ്വം സംവിധാനങ്ങളുമായിട്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഗുരുവായൂരപ്പൻ്റെ അവിടെയുള്ള തിരക്ക് ഓവർവെൽമിങ് എന്നുള്ളൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അത് എത്ര വേണമെങ്കിലും നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിലും ഭഗവാന്റെ താല്പര്യം ബലികഴിച്ചിട്ട് വേണ്ട അത് നടപ്പിലാക്കാൻ. നമുക്ക് ഇന്ന് മോഡേൺ ടെക്നോളജി ഉള്ള, നമുക്ക് ഒരുപാട് തിങ്ക് ടാങ്കുകളുള്ള, പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ പറ്റിയ എത്രയോ രീതികൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഒരു എന്താ പറയുക ഒരു ആധുനിക കാലത്ത് ഭഗവാനെ ആരാധിക്കേണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള അജണ്ടകൾ എന്താണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന അജണ്ട ഇത്രയേ ഉള്ളൂ. ആ ക്ഷേത്രം നശിപ്പിക്കപ്പെടാനുള്ളതിലേക്കിത് എവിടെയോ ഒരു വഴി തുറക്കണ പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യണു. കാരണം ഓരോ ചടങ്ങും ചിട്ടയും ഇങ്ങനെ മാറി 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 പോകുമ്പോൾ നാച്ചുറലായിട്ടും നമുക്ക് തോന്നുന്നതല്ലേ ഗുരുവായൂരപ്പ ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നും. ആൾക്കാർ എല്ലാവരും നമ്പി നിൽക്കുന്ന, വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ചൈതന്യത്തിന്, ആ ചൈതന്യത്തിന് അതിൻ്റെ ആരൂഢ സ്ഥാനത്ത് ഇരിക്കാനുള്ള വിശ്വാസം സ്വയം നഷ്ടപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണമെന്നാണ് നമുക്ക് ഇതിൽ കാണുന്ന ഏറ്റവും വലിയ അജണ്ട. ഞാൻ ശ്രീ ശരത്ത്, ഭഗവത്ഹിതത്തിന് വിരുദ്ധമായി വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ നേരത്തെ ശ്രീ വി തമ്പി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ
ദേവപ്രശ്നം വെച്ച് പിന്നെ ഭഗവാന്റെ ഹിതം, ദേവഹിതം അറിയേണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ എത്രയോ നൂറ്റാണ്ടായിട്ട് നടത്തി വരുന്ന ഒരു ആചാരം, അത് ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡിന് എന്തായാലും കുഴപ്പമില്ല എന്നായിരിക്കും. പക്ഷേ എങ്കിലും ഭഗവാന്റെ വിശ്വാസികൾ അത് ലോകമെമ്പാടും ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സർ, അതിൽ പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വളർന്നതിന് ശേഷം ജനങ്ങൾക്ക് ഭക്തി എന്താണ്, തന്ത്രം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. ഭക്തിയും തന്ത്രവും തമ്മിലുള്ള സമഞ്ജസമായിട്ടുള്ള ചേർച്ചയുണ്ടെങ്കിലേ ഒരു ക്ഷേത്ര വ്യവസ്ഥ നിൽക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്ത്രത്തിനെ പൊക്കിപ്പിടിച്ചിട്ട് ഭക്തിയെ ചവിട്ടിത്തേക്കും, അല്ലെങ്കിൽ ഭക്തിയുടെ പേരിൽ എന്ത് നോൺസെൻസും ദേവൻ്റെ അടുത്ത് കാണിക്കാമെന്ന് പറയുന്ന വേറൊരു തരം. ഇങ്ങനെ രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിലാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ചോദിച്ചതിൻ്റെ പ്രത്യാഘാതം വളരെ ഒറ്റ വരിയിൽ പറയാം. തന്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താ? ദേവൻ്റെ ചൈതന്യത്തിനെ, ക്ഷേത്രതന്ത്രത്തിൻ്റെ, ഞാൻ പറഞ്ഞത് വിശാലാർത്ഥത്തിൽ ഭാരതീയ തന്ത്രശാഖയുടെ അല്ല, കേരളത്തിലെ ക്ഷേത്രതന്ത്രത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദേവൻ്റെ ചൈതന്യത്തിനെ ലോപമില്ലാതെ ശക്തിപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ്. ലോപം വരുന്നതിന് പരിഹാരമായിട്ട് ചെയ്യുന്നതാണ് കലശാദി ക്രിയകൾ, ദ്രവ്യകലശാവട്ടെ, സഹസ്രകലശാവട്ടെ, ഉത്സവമാവട്ടെ, അതൊക്കെ ചെയ്യുന്നത്. ശക്തിപ്പെടുത്തി നിർത്തുന്നത് നിത്യേനയുള്ള പൂജ, ഭഗവാനുള്ള നറിഷ്മെൻറ്റുകൾ കൊടുത്തിട്ട്. എന്തിനാണ് പരബ്രഹ്മമായിട്ടുള്ളൊരു വസ്തുവിനെ ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോലെ ഒരു ശരീരം ആരോപിച്ച്, ഒരു ശരീരം കൽപ്പിച്ചിട്ട് നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മളതിനൊരു മൂർത്തഭാവം കൊടുത്തിട്ട് അവിടെ ഇരുത്തുമ്പോൾ നമ്മളെപ്പോലെ അതിനും വികാര വിചാരങ്ങളൊക്കെ ഉണ്ട്. ഗുരുവായൂരപ്പൻ ഒരാളാണ്. അത് വൈകുണ്ഠം എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും അവസാനിക്കുന്ന അവസ്ഥയിലുള്ള ബ്രഹ്മാനന്ദമാകണ നാരായണൻ മാത്രമല്ല, അത് നമ്മളെപ്പോലെ അതിനും കുത്തിയ വേദനിക്കും, അതിനും സങ്കടങ്ങളുണ്ട്, അതും ചിരിക്കും. തന്ത്രം ഭഗവാന്റെ ചൈതന്യത്തിനെ പരിപോഷിപ്പിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ആചാരലോപം കൊണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ ജനറലി പറയാണ്, ഇപ്പം ഈ ഉദയാസ്തമന പൂജ നിർത്തിയത് കൊണ്ട് ഭഗവാന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുരുവായൂരപ്പനെ തൊടാൻ പറ്റൂല, അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഒരു ശക്തി അത്. പക്ഷേ നമ്മളൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിന് ചില റൂൾസ് ഉണ്ട് എങ്കിൽ ആ റൂൾസ് ഈക്വലി അപ്ലൈ ചെയ്യണം. ആചാരലോപം സംഭവിച്ചാൽ ദേവന്റെ ചൈതന്യത്തിന് ഹാനി വന്നിരിക്കും, അതൊരു സംശയമില്ല. ദേവന്റെ ചൈതന്യത്തിന് ഹാനി വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ഫോഴ്സസ് ലോകത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഒരു ദേവന്റെ ചൈതന്യത്തിനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അതിന് ലോപം വരണമെന്നോ ആഗ്രഹിക്കുക ആ ദേവന്റെയോ അല്ലെങ്കിൽ ആ ദേവൻ പ്രതിനിധീകരിക്കുന്ന സിസ്റ്റത്തിൻ്റെയോ ശത്രുതയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ആ ശത്രു സമൂഹത്തിനായിരിക്കും. അവർക്ക് ഭഗവാനോട് കൂടുതൽ ബഹുമാനമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ശത്രു ശക്തനാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഈ കേസ് അതിൻ്റെ ഭാഗമാണെന്നല്ല, ഇതൊരു വിശാലാർത്ഥത്തിൽ ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ ജന TV പോലുള്ള ഒരു വലിയ മാധ്യമത്തിൽ അനവധി പേര് കേൾക്കണോണ്ട് ഞാൻ എൻ്റെ ഒരു എളിയ അഭിപ്രായം അവതരിപ്പിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവ്, ഇതൊക്കെ ഇതിൻ്റെ ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ്. ഇപ്പോൾ ഈ ഗുരുവായൂരത്തെ കേസൊക്കെ ഇനി വരാണ്ടിരിക്കണേ ഉള്ളൂ, നമ്മളിനി അനുഭവിക്കാനും കാണാനും ഇരിക്കുന്നതേ ഉള്ളൂ. എത്രയോ ശാഖകൾ, ആരാധനാ ശാഖകൾ തകർത്തു കഴിഞ്ഞു ഇന്ന് കേരളത്തിൽ. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ തന്ത്രം കൊണ്ട് ഏത് ദേവന്റെ ചൈതന്യം സംരക്ഷിക്കപ്പെടണോ ആ ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്നു. ഞാൻ സ്പെസിഫിക്കലി ഉദയാസ്തമന പൂജയുടെ കാര്യം പറയാം. സാധാരണ ഉദയാസ്തമന പൂജ മറ്റ് ദിവസങ്ങളിൽ നടക്കുന്നത് വഴിപാടാണ്. നമ്മൾ ഭക്തജനങ്ങളോ സംഘടനകളോ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ആസ് എ താങ്ക്സ് ഗിവിങ് ചെയ്ത് പൈസ ചിലവാക്കിയിട്ട്, അത് തമ്പി സാർ പറഞ്ഞ മാതിരി ചിലപ്പോൾ 80 ബുക്ക് ചെയ്താൽ 2035 കിട്ടുള്ളൂ, അത് വേറെ വിഷയം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നന്ദി പ്രകടനം പോലെ ഭഗവാന്റെ ഒരു ഓഫറിംഗ് ആയിട്ട് ചെയ്യുന്നതാണ് സാധാരണ വഴിപാട് എന്ന് നമ്മൾ പറയുന്ന ഉദയാസ്തമന പൂജ. അതായത് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വഴിയിൽ വെളിച്ചമാകേണ്ടതെന്തോ അത് വഴിപാട്, ആ വഴിപാടായിട്ട് അത് ചെയ്യും. പക്ഷേ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ അനുഷ്ഠാനമാണ്. അത് അനുഷ്ഠാനമാണ്. എന്തുകൊണ്ട് അനുഷ്ഠാനം വെച്ചാൽ അത് പാരമ്പര്യമായിട്ടുള്ള പൂജകളിൽ പെട്ടിട്ടുള്ളതാണ്.
ട്രഡീഷൻ അനുസരിപ്പിക്കുന്ന പൂജകളും അനുശാസിക്കുന്ന പൂജകളുണ്ട്, തന്ത്രം അനുശാസിക്കുന്ന ബെയർ ബേസിക് ആ ഫ്രെയിം വർക്കിൽ വരുന്ന പൂജകളുണ്ട്. ഇത് രണ്ടും ചേരുന്നതായിരിക്കും പല ക്ഷേത്രങ്ങളും. ഇപ്പോൾ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലോട്ടാണ് മാധവിപ്പള്ളി പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു തന്ത്രഗ്രന്ഥത്തിലും കാണില്ല, പക്ഷെ ആ ക്ഷേത്രത്തിനത് വേണം. ഗുരുവായൂരപ്പന് അതുപോലെ വേണം, ഇതേപോലെ പത്മനാഭസ്വാമിക്ക് ഉണ്ടാവും. ലാർജർ ടെംപ്ലേറ്റിൽ ഒരു എല്ലാ ക്ഷേത്രങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള പൂജയുടെ സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷെ അതാത് ദേവൻ്റെ സ്പെസിഫിക് സിസ്റ്റത്തിനനുസരിച്ച് ഇപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരും നമ്മളൊരു കോമൺ കൾച്ചറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു കോളനിയിൽ ഏകദേശം ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോൾ രാവിലെ എണീക്കണു, ജോലിക്ക് പോകണു, ഇതൊരു ക്രമം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ വീടുകൾക്ക് പ്രത്യേകതയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതാത് വീടുകളിൽ. അതുപോലുള്ളതിനെ നമുക്ക് മറ്റുള്ളവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ പാടില്ല, ഈ സൗകര്യത്തിന് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ, ഈ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ അനുഷ്ഠാനമാണ്. അനുഷ്ഠാനം തെറ്റിച്ചാൽ ദേവന് ചൈതന്യലോകം വരുന്ന എല്ലാവർക്കും അറിയാം. അത് വഴിപാടാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് അതിനെ മാറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്ന ഒരു വാദമുഖം ചിലപ്പോൾ അതായിരിക്കാം, അതൊരു വഴിപാടാണ്, അത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനായിട്ട് തന്നെ ഇട്ട് തരികയാണ് ആ അതിൻ്റെ എന്താ പറയുക, ഒരു എതിർവാദം. പക്ഷേ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനത്തിൻ്റെ അന്ന് ഭഗവാൻ ഒരു ദിവസത്തെ ഉത്സവം നടത്തുക എന്നുള്ളതും അനുഷ്ഠാനമാണ്. ഏകദിനോത്സവമാണ് ഉദയാസ്തമന പൂജ എന്ന് ആചാര്യന്മാരൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പൊട്ടക്കുഴി നാരായണോദിക്കലെ പോലുള്ള മഹാത്മാക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാരുടെ അഭിപ്രായം കൂടെ ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾ അറിയേണ്ടതാണെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം എന്നെപ്പോലെ ഇപ്പോൾ എനിക്ക് അതോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതോറിറ്റി ഇല്ല പറയാൻ, എനിക്ക് ഒരു അതോറിറ്റി ഇല്ല. പക്ഷേ അതോറിറ്റി ഉള്ളവരും ഇതിൽ മനസ്സ് വേദനിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവർ പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാവട്ടെ, ഇനി തന്ത്രത്തിൻ്റെ വീക്ഷണകോണിലാവട്ടെ, ഇനി അത് രണ്ടിലും ഇത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇനി ഭക്തിയുടെ വീക്ഷണകോണിൽ ഞാൻ പറയാം, ഭക്തൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അസൗകര്യം ഉണ്ടാക്കണത് ഒരു യഥാർത്ഥ ഭക്തന് അസൗകര്യമല്ല. ഒരു വിഷയം ഭഗവാന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭഗവാന്റെ ബുദ്ധിമുട്ട് പ്രശ്നമില്ല, എൻ്റെ സുഖമാണ് വേണ്ടതെന്ന് യഥാർത്ഥ ഭക്തൻ പറയില്ല. അല്ലാതെ വരുന്നവരൊക്കെ ഭഗവാന്റെ ഫാൻസാണ്. ഇന്ന് 90% ഭഗവാന്റെ ഫാൻസാണ്. ഫാൻസിന് ബുദ്ധി ഉണ്ടാവില്ല. ഭക്തൻ ഒരിക്കലും അത് പറയില്ല. ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ ഒരിക്കലും ഗുരുവായൂരപ്പന് കണ്ണീര് വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഗുരുവായൂരപ്പന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ, ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു കളങ്കം ഉണ്ടാക്കാൻ, ശക്തിക്ഷയം വരുത്താൻ ചെയ്യില്ല. കാരണം ഗുരുവായൂർ ക്ഷേത്രം കാലാകാലത്തേക്കുള്ള തലമുറകൾക്കുള്ളൊരു സ്വത്താണത്. നമ്മുടെയൊക്കെ ഒരു പരമമായിട്ടുള്ളൊരു സ്വത്താണ് അതിൻ്റെ അകത്ത് പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. അതിന് വിഷമം വരുന്ന ഒന്ന് ചെയ്യാൻ ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അതുകൊണ്ടല്ലേ എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഭഗവാനെ ശപിച്ചിട്ടും ക്ഷേത്രം സംവിധാനത്തിനെ ശപിച്ചിട്ടും നിന്ന് തൊഴണവരുണ്ട്. എന്നാൽ അത്രയും നേരം നിന്നിട്ട് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു വിഷ്ണു സഹസ്രനാമോ നാരായണനാമോ ഗീതയോ വായിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് എനിക്ക് എത്രയധികം നേരം നിന്നിട്ടാണെങ്കിലും കൂടുതൽ നേരം ഞാൻ ക്യൂ നിൽക്കാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിന്നിട്ട് തൊഴുന്ന ഭക്തന്മാരുണ്ട്. കാരണം അവർക്ക് ആ ഭഗവാന്റെ സംവിധത്തിൽ നിന്നിട്ട് ക്ലേശം അനുഭവിച്ചിട്ട് തന്നെ ഭഗവാനെ തൊഴുമ്പോഴാണ് ആ നിർവൃതി കിട്ടണത്. ആ ഉള്ള സമയം അവർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 5 മണിക്കൂറോ 6 മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസമാണ് നമുക്കിത് കിട്ടുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഉദയാസ്തമനം രാവിലെ തലേ ദിവസത്തെ പൂജ തുടങ്ങി പിറ്റേ ദിവസം എത്തുമ്പോൾ ഏകദേശം ഉച്ചപൂജയോടെയാണ് ഫസ്റ്റ് ബ്ലോക്ക് അവസാനിക്കുന്നത്. അത് വരെയുള്ള ടൈമിൽ നട അടച്ച് തുറന്ന് വീണ്ടും അടച്ച് തുറന്ന് വരുമ്പോൾ ക്യൂ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതാണ് അസൗകര്യം എന്നുള്ള ഒരു വലിയ ഘടകം. അത് അസൗകര്യം തന്നെയാണ്, ഇല്ല എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും ഞാൻ പറയില്ല അത് അസൗകര്യമാണെന്ന്. പക്ഷെ മീൻസ് അസൗകര്യം അല്ല എന്ന്. പക്ഷെ അത് അവിടെയും പ്രയോറിറ്റി ഭഗവാനാണ്. ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. അപ്പോൾ പറയും ഭക്തനുണ്ടെങ്കിലേ ഗുരുവായൂരപ്പനുള്ളൂ എന്ന്. അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. പ്രകൃതിയിൽ ജനാധിപത്യം ഇല്ല, ഒരു കൺസെൻസസ് ഇല്ല, സമവായം ഇല്ല. പ്രകൃതിയിൽ എവിടെയും, ഞാൻ ആഫ്രിക്കയിലെ നാഷണൽ ജോഗ്രഫിക്കിന് വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഞാൻ എവിടെയും കൺസെൻസസ് കണ്ടിട്ടില്ല. പ്രകൃതിയിൽ ഞാൻ ഡെമോക്രസി കണ്ടിട്ടില്ല. അൺനാച്ചുറലായിട്ടുള്ള ഏത് ആശയങ്ങളും അടിസ്ഥാനമായിട്ടുള്ള കേവല സത്യത്തിനെ അന്വേഷിക്കുമ്പോൾ തകർന്നടിയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഭക്തിയുടെ കാഴ്ചപ്പാടിലാണെങ്കിലും താന്ത്രികതയുടെ കാഴ്ചപ്പാടിലാണെങ്കിലും ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ദിസ് ഈസ് എ ട്രഡീഷണലി പ്രിസ്ക്രൈബ്ഡ് പൂജ. മറ്റുള്ള ദിവസങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റാം. മറ്റുള്ള ദിവസങ്ങൾ ഉദയാസ്തമന പൂജ നടത്തുന്നത് നമ്മുടെ ആവശ്യമാണ്. അത് അഹസ്സായിരുന്നു പണ്ടത്തെ കാലത്ത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനെ പോലുള്ളവർ നടത്തിയിരുന്നത്. ചെമ്പൈ സ്വാമികളാണ് അതിന് ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തതും ഇന്നിപ്പോൾ ഇത്രയും വലിയ ഹിറ്റായിട്ടത് മാറാനുമുള്ള കാരണം. ശ്രീ ശരത്ത്, ഈ വളപട്ടണം, കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അവരൊരു പരിപാടി സംഘടിപ്പിച്ചു. അത് താങ്കൾ അറിയാണെന്ന് കരുതുന്നു അല്ലേ? ഇങ്ങനെ പല മേഖലകളിലും പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ തറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ വിളിച്ചൊരു പ്രേക്ഷകൻ പറഞ്ഞു ശബരിമലയായിരുന്നു ടാർഗറ്റ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ മേൽ കടക്കൽ കത്തിവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു നമ്മൾ കണ്ടതാണ്. വിശ്വാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ ഗുരുവായൂരിൽ കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. തന്ത്രി കുടുംബം തന്നെ കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കോടതികളിൽ എത്തിക്കുന്നു ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് കൃത്യമായി പാലിക്കേണ്ടവർ അത് ചെയ്യാതെ വരുമ്പോൾ കോടതി കയറേണ്ടി വരുന്ന ദുരവസ്ഥ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ഈ ഒരു കടന്നുകയറ്റം പല രീതിയിലും ഇപ്പോൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അതിൻ്റെ ഭൂമി വഖഫിൻ്റെ അധീനതയിലാണ് എന്ന് പറയുന്നു. നമ്മുടെ കൽപ്പാത്തിയിലുള്ള ക്ഷേത്രം അതും വഖഫിൻ്റെ അധീനതയിലാണെന്ന് പറയുന്നു. ഇത് സ്ഥിരം ഇങ്ങനെ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതൊരു ദുരവസ്ഥ തന്നെയാണ്. ആ അവസ്ഥ അത് എങ്ങനെ ഒഴിവാക്കാനാവും എന്ന് ആ അവസ്ഥ മാറിപ്പോകും. അതായത് കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വേണ്ട ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ പോയിട്ട് ചർച്ച ചെയ്യുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. ഇതിൻ്റെയൊക്കെ കാരണം എവിടെ നിന്നാണ് തുടങ്ങണം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഉറച്ചു വെക്കണം സാർ. നമുക്ക് ഭഗവാനെ സ്നേഹമില്ല. ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് ഇത് ആന്തരികമായിട്ട് സംഭവിക്കേണ്ടതാണ്. ഇതൊരു സമൂഹം കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒരു ഭാവം ഉണ്ടെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ളൊരു ഭാവനയുണ്ടെങ്കിൽ അതിൻ്റെ കലക്റ്റീവ് ഫോഴ്സിൽ അത് നടന്നു പോകും. എത്രയോ നൂറ്റാണ്ടുകൾ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഇവിടെ അനവധി മഹത്കർമ്മങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പുറമേ ഉള്ളവരെക്കാളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാൻ കാണുന്നത്, നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്ത ധർമ്മത്തിനോടുള്ള നമ്മുടെ അപ്രോച്ചാണ്. നമുക്ക് അറിയില്ല. എത്ര വീടുകളിൽ കൃത്യമായിട്ട് ഒരു വിളക്ക് വയ്ക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വെക്കുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ തലതിരിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടികൾ ഒരു 3-4 വയസ്സുള്ളപ്പോൾ അവരിരുന്ന് നാമം ചെല്ലുമ്പോൾ പറയും, ഈ പ്രായത്തിലല്ല ജപിക്കേണ്ടത്, ഇപ്പം ഇതൊന്നും വേണ്ട, പോയി പഠിക്കുക അല്ലെങ്കിൽ കളിക്കുക എന്ന് പറഞ്ഞു വിടും. കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഇവർ ഡ്രഗ് അഡിക്ട്സും പറഞ്ഞാൽ കേൾക്കാത്തവരുമായിട്ട് നടക്കുമ്പോൾ ഗുരുവായൂർ മൂകാംബികയിലും പോയിട്ട് വഴിപാട് നടത്തും. ഭഗവാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എൻ്റെ മകനെ, എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ഒരു 100 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഇറോഷൻ ഈ ധർമ്മത്തിൽ പോകുന്നവരിൽ വളരെ വലുതാണ്. ഒരു തലമുറ മുഴുവൻ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തോ പുതിയത് വെട്ടിപ്പിടിക്കാൻ വേണ്ടി പോണ വഴിക്ക് തറവാടുകൾ ഇല്ലാണ്ടായി, ന്യൂക്ലിയർ ഫാമിലികളായി. അതുകൊണ്ട് എന്താ, നമ്മുടെ പാടശേഖരങ്ങളൊക്കെ കോളനിയായി. ആ വീടുകളിൽ പലതും ഇന്ന് ആൾതാമസം ഇല്ലാണ്ട് പൂട്ടിക്കിടക്കണം. മത്സ്യങ്ങൾ മുഴുവൻ നശിച്ചു, പരദേവതകളെയൊക്കെ ആട്ടിപ്പുറത്താക്കി, സർപ്പങ്ങൾ മുഴുവൻ വലിച്ചു പുറത്തു കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പുതിയൊരു തരം ഭക്തി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞു ശിവൻ ശരിയല്ല, ദേവി ശരിയല്ല, അവരെ വണങ്ങരുത്, ഇവരെ വണങ്ങരുത്. അപ്പോൾ കുഴപ്പം കോറ് നിൽക്കുന്നത് സിസ്റ്റത്തിൻ്റെ അകത്താണ്. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ അനവധി പുഴുക്കുത്തുകളാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഈ പുഴുക്കുത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ മറ്റുള്ള ഫോഴ്സസിന് ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ആത്മപരിശോധന നടത്തിയാൽ നമ്മൾക്ക് ഇവിടെ കൂടുതൽ ചെളി കാണും, അപ്പുറത്തുള്ളതിനെ കാണും. കൃത്യമായിട്ടൊരു ഉപാസന പോലും ഇല്ലാത്തവരാണ്. ഒരു നിത്യോപാസന ഇന്ന് എവിടെയാണ് കാണുന്നത് ചോദിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ പറയും. ഞാൻ ശ്രീവിദ്യ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ശൈവത്തിൽ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വൈഷ്ണവത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. അതല്ല, ഒരു നിത്യം, ഒരു സിമ്പിൾ നാമജപം, ഒരു വിളക്ക് വെപ്പ് എത്ര പേര് ചെയ്യും? എത്ര അച്ഛനമ്മമാർ മാതൃകയുണ്ട്? എത്ര വീടുകളിൽ
സനാതനധർമ്മം അനുഷ്ഠിക്കുന്ന വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും ഇരുന്നിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയുടെ വില ഇന്നും അറിയാത്തൊരു ജനതയെ നമ്മൾ. അതുകൊണ്ട് ആത്യന്തികമായിട്ട് സനാതനധർമ്മം നശിക്കില്ല, അത് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് അതിനെ സനാതനം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ തന്നെ എന്തോ ഒരു ഇച്ഛയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയണത്. അത് നമുക്കൊരു ഉണർവിന് കാരണമാകട്ടെ എന്ന് പറയാമെന്നല്ലാണ്ട്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഹിന്ദുയിസം എന്ന് നമ്മൾ ഇന്ന് പറയണതിൽ പോലും ഞാൻ വ്യക്തിപരമായി കാണുന്നത് എന്താ വെച്ചാൽ ഫണ്ടമെൻ്റൽസിൻ്റെ ലാക്കാണ്. അടിസ്ഥാന തത്വങ്ങൾ ആർക്കും അറിയില്ല. ഒരാൾ നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ, ഒരാൾ നമ്മുടെ വിശ്വാസത്തിനെ കളിയാക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെയല്ലേ അമ്പലങ്ങളിലെ തന്ത്രങ്ങളുടെ വിഷയം. ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ മക്കൾ ചോദിക്കുന്നതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയില്ല. അങ്ങും ഞാനൊക്കെ LKG UKG 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലത്തെ നമ്മളൊക്കെ അനുഭവിച്ചു വന്ന കാര്യമാണ്. എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കൊക്കെ ചെറിയൊരു തെളിച്ചം ഉണ്ടായതുകൊണ്ട് ഇതിലൊക്കെ ഒന്ന് പിടിച്ചു നിന്നു. അതിൻ്റെ ഒരു സമഗ്രത മനസ്സിലാക്കാൻ അല്പമെങ്കിലും ശ്രമിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിച്ചു. പക്ഷെ അതിന് സാധിക്കാത്ത എത്രയോ പേരുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവയർനെസ് എന്ന് പറയുന്നത് അകത്തുനിന്നുണ്ടായ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇറ്റ് ഗിവ്സ് എസ് സോ മച്ച് ഫ്രീഡം. അത്രയധികം സ്വാതന്ത്ര്യമാണ് മഹാദേവൻ കൽപ്പിച്ചു കൊടുത്തത്. ആ സപ്തർഷികൾക്ക് ആദ്യം അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുത്തപ്പോൾ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞുപോയി. എന്നാൽ ആരെങ്കിലും അറിഞ്ഞു ചെയ്യോ? അതും ചെയ്യില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഈ പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഒക്കെ കൂടെ ഒരു മിശ്രിതം വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രഭാഷണത്തിൽ എനിക്ക് പറയേണ്ടി വന്നത്, വേർണർ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ച ആളാണ്, ഇലക്ട്രോണിൻ്റെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൊട്ടേഷൻ ഉണ്ട്, ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുക, വെൻ യു ഡ്രിങ്ക് ഫ്രം ദ കപ്പ് ഓഫ് നാച്ചുറൽ സയൻസസ് ഇൻ ദ ഫസ്റ്റ് ഗൾപ്പ് യു ബിക്കം എൻ എത്തീസ്റ്റ്, ബട്ട് വെൻ യു റീച്ച് ഇറ്റ്സ് എൻഡ് ഗോഡ് ഈസ് സ്റ്റെയറിംഗ് അറ്റ് യു. നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ചഷകത്തിലെ പാനീയം നമ്മൾ ആദ്യത്തെ ഒരു ഇറവ് ഒരു വായ ഇറക്കുമ്പോൾ ഉടനെ നമ്മൾ നിരീശ്വരവാദികളായി. സയൻസ് പഠിക്കുന്നു. പക്ഷെ കുടിച്ച് അതിൻ്റെ താഴത്തെത്തുമ്പോൾ അവിടെ ഈശ്വരൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഒരു മഹാത്മാവ് ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ച ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ കോർ സാധനം പോലും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ പൂർവീകർ ഇത്ര വലിയൊരു പൈതൃക സമ്പത്ത് തന്നിട്ടും നമുക്ക് അതിനെ സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഐ വിൽ ഓൾവേസ് ബ്ലെയിം അവേഴ്സെൽസ്. ഞാൻ എല്ലാ സ്ഥലത്തും കുട്ടികളുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ഒക്കെ അതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറ്. നമ്മളെ കുറ്റം പറയണം ആദ്യം. നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഇന്നത്തെ ഈ അവസ്ഥ ഇങ്ങനെ ആയതിൽ. കാരണം ആന്തരികമായിട്ട് നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വഴി ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആക്രമണങ്ങൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ഭൂസ്വത്തും ദേവസ്വം സംബന്ധിച്ചിട്ടുള്ള ഭൂസ്വത്തും അതിൻ്റെ പേരിനെ ഉണ്ടല്ലോ, ദേവസ്വം, രാജസ്വം, സ്ത്രീസ്വം. പഴയകാലത്ത് പറയും, ശ്രീരാമൻ്റെ കാലത്ത് പറയൂത്രേ, ഇത് 3 ചോദിക്കാനും പറയാനും ആൾക്കാരില്ലാത്തത്. ദേവന് ചേർന്ന ധനം, സ്ത്രീക്ക് ചേർന്ന ധനം, രാജ്യത്തിന് ചേർന്ന ധനം. അതിൽ സ്ത്രീകൾ പിന്നെ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ രാജ്യത്തിൻ്റെ ധനവും ദേവൻ്റെ ധനവും ഇന്നും അതാണ് അവസ്ഥ. അത് ഭഗവാന്റെ കാലത്തും അങ്ങനെയാണ്, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാലത്തും അങ്ങനെയാണ്, നമ്മുടെ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വെൻ വി എക്സസൈസ് എ സർട്ടൺ കൈൻഡ് ഓഫ് പവർ, അവിടെ ദേ ആർ ഓൾ ബൗണ്ട് ടു ഹാപ്പൻ. അപ്പോൾ അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യണം? നെഗറ്റിവിറ്റികളില്ലാത്തൊരു ലോകം ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്കൊക്കെ അവനവനെ ആത്മപരിശോധന നടത്താനും കൂടുതൽ നമ്മുടെ ഫണ്ടമെൻ്റൽസ് പഠിക്കാനും അതുവഴി ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളായിട്ട് കണ്ടിട്ട് ധർമ്മത്തെ യഥാവധി സത്യം വധ ധർമ്മം ചര എന്നല്ലേ പറയണത്, ആ വഴിക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക. 10 വയസ്സ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർക്ക് ജീവിതത്തിൽ അടികിട്ടി അവർ പഠിക്കണം. അന്നേ അവർക്ക് നേരെ വരുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഇടക്കാലമുണ്ട് നമ്മൾ ഇതിന്നൊക്കെ വിട്ടുപോകുന്നു. അതെന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളിൽ മൂലാധാരം സ്വാധിഷ്ഠാനവും കുറച്ച് എക്സ്ട്രാ ആക്റ്റീവ് ആയിരിക്കും ആ പ്രായത്തിൽ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള അപ്പുറ ചക്രങ്ങളൊന്നും വർക്കാവില്ല. അത് യോഗ അറിയണവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവും. ഞാനത് പച്ചയ്ക്ക് പറയേണ്ട വെച്ചിട്ടാ, ഒരു പൊതുവേദി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള റിഫർമേഷൻ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ കലക്റ്റീവ്ലി എതിർക്കേണ്ടതിനെ കലക്റ്റീവ്ലി എതിർക്കുകയും വേണം. പക്ഷേ ഈ ധർമ്മം നശിക്കുകയൊന്നുമില്ല, ഒരിക്കലും നശിക്കില്ല, അത് യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സാറ് പറഞ്ഞു, വിജിത്തമി സാർ പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞു ആ കുട്ടികളായിട്ട് ഓടിച്ച കഥ, അത് മേലേപ്പറമ്പിൽ കോന്തിമേനോൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോഴാണ്.
അദ്ദേഹം കാര്യസ്ഥനായിരിക്കുന്ന കാലത്താണ്, അതായത് ബ്രിട്ടീഷ് റിസീവർ ഭരണം വന്ന സമയത്ത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗുരുവായൂർ ഏകാദശിയുടെ ഉദയാസ്തമന പൂജയിലും ഭഗവാന്റെ അങ്ങനത്തെ ഒരു കളിയുണ്ട്. ആ കഥ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ചെറളയം കോവിലകംകാർ ഈ സദ്യ നടത്തുമ്പോൾ ദ്വാദശിയുടെ ആറാട്ട്, സാധാരണ ഉദയാസ്തമന പൂജയുടെ തലേ ദിവസം രാത്രി അത്താഴം എന്ന് പറഞ്ഞിട്ട് ഒരു ഊട്ടുണ്ട്. ഈ ഏകാദശിയുടെ അന്നത്തേന് തലേന്ന് രാത്രി ഭക്ഷണമില്ല, പക്ഷെ ദ്വാദശിയുടെ അന്നാണ് ഊട്ട് രാവിലെ. ആ ഊട്ടിന് ദഹണ്ണക്കാരെ ദേവസ്വത്ത് അക്കാലത്തെ സാമൂതിരി ദേവസ്വത്ത് നിന്ന് ഏർപ്പാടാക്കില്ലായിരുന്നു ചെറളയംകാർ. അതിനൊരു കാരണം എന്താ വെച്ചാൽ സാമൂതിരി വിരോധിയാണ്, വിഷം കലർത്തിയാലോ അവർക്ക് പേടിയാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ആ സദ്യ ഭംഗിയായി നടത്താൻ വേണ്ടി സ്വന്തം ദേഹണ്ണക്കാരെ ചെറളയത്തുനിന്ന് കൊണ്ടുവരും. മുഴുവൻ ദേഹണ്ണക്കാരും ചെറളയത്തുനിന്നാണ് വരിക. അവർ പണിയെടുക്കും, അവരാണ് സദ്യ വിളമ്പലടക്കം സകല കഷ്ണം മുറിക്കുന്ന ഒക്കെ അവരാണ്. ഇന്നും ഗുരുവായൂർ ഏകാദശിക്ക് ആ കഷ്ണം നുറുക്കണം കാണുന്നത് ഒരു ആനന്ദമാണ്. ആ പുറകിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, എല്ലാവരും ഇരുന്നിട്ട് കറിക്ക് അരിയുന്നൊക്കെ കാണുന്ന ഒരു ആനന്ദം. അതേപോലെ ഈ ചെറളയത്തു നിന്നുള്ള പണിക്കാർ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിട്ട് അവരാണ് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഏകാദശിക്ക് അവർ കണ്ടുപിടിച്ചു അത്ര ദേഹണ്ണക്കാരിൽ ഒരാൾ ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് എല്ലാ ഏകാദശി കഴിഞ്ഞാൽ ദ്വാദശിക്ക് ആ ഊട്ട് കഴിഞ്ഞാൽ ഈ ദഹണ്ണക്കാർ അവർക്ക് കിട്ടുന്ന പൈസയിലെ ഒരു പങ്ക് ആ കൂടെ ജോലി ചെയ്ത ഗുരുവായൂരപ്പനും ശമ്പളമായിട്ട് ഭണ്ഡാരത്തിലിടണ പതിവ് ദേവസ്വം ഏറ്റെടുക്കണ കാലം വരെ ഉണ്ടായിരുന്നു. അതിന് രേഖയുണ്ട്. ഇതൊന്ന് പറയണം തോന്നി. അതേപോലെ ഈ ശങ്കരാചാര്യരെ ഒരു മിസ്ഫിറ്റായിട്ട് പലരും പറയാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ. എന്തായാലും ഒരു അവസരമായതുകൊണ്ട് അതും ഇപ്പോൾ പറയാം. നമ്മൾ ഈ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഗുരുനാഥന്മാരുടെ ഒരാളാണ് വില്ലുമംഗല സ്വാമിയാർ. വില്ലുമംഗല സ്വാമിയാർ ഒരു ശങ്കരാചാര്യരായിരുന്നു. ശങ്കര പരമ്പരയപ്പെട്ട സന്യാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് പോലും ആ വിഗ്രഹത്തിന് ഒരു പുനഃപ്രതിഷ്ഠ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്യാസ പാരമ്പര്യങ്ങളിൽ അറിയണ ഒരു രഹസ്യമായിരുന്ന ഈ അടുത്ത കാലത്തൊക്കെ പുറത്തു വന്നൊരു കാര്യമാണ്. നമ്മുടെ പൊതു ഐതിഹ്യങ്ങളിൽ അതറിയില്ല. പക്ഷെ വില്ലുമംഗലത്തിൻ്റെ കൈകൊണ്ട് ഒരു പുനഃപ്രതിഷ്ഠ ഭഗവാന് ഇടയിലൊരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ശ്രീകോവിൽ 1637 മാനവേദൻ ഏറാൾപ്പാട് തമ്പുരാനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പണി കഴിപ്പിച്ച ശ്രീകോവിലാണ് നമ്മൾ കാണുന്നത്. മേൽപ്പത്തൂർ കണ്ട ശ്രീകോവിലല്ല. ആ ശ്രീകോവിൽ പണി കഴിപ്പിച്ച് വിഷ്ണുബലി എന്ന് പറഞ്ഞിട്ടുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാബലികർമ്മം, ശ്രീഭൂതബലിക്കും ഉത്സവബലിയുടെയും ഒക്കെ മുകളിലത്. ക്ഷേത്രത്തിലെ ഓരോ ബലിക്കലിനെയും ചോറിൻ്റെ ഒരു കണക്ഷൻ പടുത്തിട്ടാണ് അത് ചെയ്യണതൊക്കെ. അത് ചെയ്തപ്പോൾ പുനഃപ്രതിഷ്ഠിച്ചത് വില്ലുമംഗലം മൂന്നാമനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ അവിടെ ഉണ്ടെന്ന് സൂചിപ്പിക്കട്ടെ. കാരണം അപ്പോൾ ശങ്കരാചാര്യ പരമ്പരയ്ക്ക് അവിടെയുള്ള പ്രാധാന്യം ചില്ലറയല്ല. ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി ശ്രീ ശരത്ത്. കൃത്യമായിട്ട് കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു. താങ്കളുടെ സാന്നിധ്യം വലിയ അനുഗ്രഹം ആയി. താങ്കളുടെ പേര് പറഞ്ഞ, താങ്കളെ സജസ്റ്റ് ചെയ്ത വിജി തമ്പി സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു.